ഇടതുമുന്നണിയിലെ വലിയേട്ടനായ CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അതിൻ്റെ സൂചനകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം CPIയുടെ ബിനോയ് വിശ്വത്തിൻ്റെയും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എളമരം കരീമിൻ്റെയും അതേപോലെ തന്നെ ജോസ് കെ മാണിയുടെയും രാജ്യസഭയിലെ കാലാവധി അവസാനിക്കുകയാണ്. ഈ 3 സീറ്റിലേക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുമുന്നണിക്ക് 2 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിയുക. മൂന്നാമത്തെ സീറ്റ് UDFന് വിജയിക്കാൻ പറ്റും. ആ സീറ്റ് ലീഗിനാണ് എന്ന് UDFിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് മാത്രം. കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയാവും, അദ്ദേഹം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്ന കേന്ദ്ര ക്യാബിനറ്റിൽ ഇടം പിടിക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ കുഞ്ഞാലിക്കുട്ടി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു, ഞാൻ രാജ്യസഭയിലേക്ക് പോകുന്നില്ല, എനിക്ക് ഇവിടെ വേറെ പണിയുണ്ട്, സാദിഖലി തങ്ങൾ ഉചിതനായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടതുമുന്നണിയിലെ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ്. കാരണം ഒന്ന്, ഈ CPI വളരെ സ്ട്രോങ് ആയിട്ട് ഈ സീറ്റ് ഡിമാൻഡ് ചെയ്യും. കാരണം അവർക്ക് നിലവിൽ സന്തോഷ് കുമാർ രാജ്യസഭയിലുണ്ട്, അവർക്ക് പ്രാതിനിധ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സീറ്റ് വേണമെന്നൊക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് 17 MLA-മാരുണ്ട്, ക്യാബിനറ്റിൽ 4 മന്ത്രിമാരുണ്ട്. എന്നാൽ തന്നെയും കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ കുറച്ച് ദയനീയമാണ്. ഒരു കാലത്ത് 2 അക്ക സംഖ്യ വരെ എത്തിയിട്ടുള്ള ഒരു കാലമുണ്ട് കേരള കോൺഗ്രസിന്, കേരള രാഷ്ട്രീയത്തിനകത്ത് UDFിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പിന് കിട്ടിയത് 5 സീറ്റ് മാത്രമാണ്. അതിൽ മുമ്പൊക്കെ അവർക്ക് 2 മന്ത്രിമാരുണ്ടാവുമായിരുന്നു. മന്ത്രിമാർക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇപ്പോൾ മാണി തന്നെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റവന്യൂ വകുപ്പ് അവർക്ക് കിട്ടുമായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട് പലതവണ. ആ രീതിയിലുള്ള അർഹമായ പ്രാതിനിധ്യം അവർക്ക് കിട്ടിയിട്ടില്ല എന്നൊരു പ്രയാസം അവർക്കുണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ളത് താരതമ്യേന വലിയ പത്രാസൊന്നും കാണിക്കാൻ പറ്റിയ വകുപ്പുകളല്ല റോഷി അഗസ്റ്റിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് ചീഫ് വിപ്പ് സ്ഥാനത്ത് N ജയരാജുണ്ട്. അവരൊന്ന് തൽക്കാലം സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അതൊരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള പദവി എന്ന രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സംവിധാനം അവർക്കില്ല. ഇപ്പോൾ എളമരം കരീം തന്നെ സെക്കൻഡ് ടൈം വരാനാണ് സാധ്യത CPMൻ്റെ ഭാഗമായിട്ട്. കാരണം എളമരം കരീമിനെ കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചെങ്കിലും അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്, വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ എളമരം കരീം CA2ൻ്റെ അഖിലേന്ത്യാ നേതാവാണ്. അദ്ദേഹത്തിന് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. പാർട്ടിക്ക് വലിയ കേന്ദ്ര നേതൃത്വത്തിന് വലിയ ഫണ്ടൊന്നുമില്ല. അവർ MP ആകുമ്പം സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. ഈ യാത്രകളും നടക്കും, അവിടുത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള സംഘടനാ പ്രവർത്തനവും നടക്കും, അവിടെ MPക്ക് ഔദ്യോഗികമായ വസതി കിട്ടും, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് അത് ഗുണം ചെയ്യുന്നുള്ളതുകൊണ്ട് CPMന് ആ സീറ്റ് നിലനിർത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോഴത്തെ കേരള കോൺഗ്രസിനാവട്ടെ അവരുടെ തറവാട് തന്നെ പോയി കിടക്കുക. ഈ UDFിൽ നിന്ന് LDFിലേക്ക് മാറിയതിന് ശേഷം അവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു തകർച്ചയിലേക്കാണ് അവർ പോകുന്നത്. അവർ ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ 2016 തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ അവർ നിർത്തിയത് കെ എം മാണി തന്നെ മത്സരിക്കുമ്പം അന്ന് കെ എം മാണിക്കെതിരെ മത്സരിച്ച് മാണി സി കാപ്പൻ പരാജയപ്പെട്ടത് കേവലം 4000 വോട്ടുകൾക്കാണ്. എന്നാൽ 2019 മാണി മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം മാണി സി കാപ്പൻ പിടിച്ചെടുക്കുന്നു. അത് കേവലം 3000 വോട്ടുകൾക്കാണ്. ജോസ് ടോമിനെ, മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോസ് ടോമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് NCPയുടെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന ഇദ്ദേഹം മത്സരിക്കുന്നത് മാണി സി കാപ്പൻ പിന്നീട് NCP വിട്ടു UDFിൻ്റെ ഭാഗമാവുന്നു. കാരണം ജോസ് കെ മാണി LDFിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം UDFിലേക്കും പോയി. അങ്ങനെ പോയി ഇരു കൂട്ടരും 2019 2 മുന്നണികളിലായി നിന്ന പാർട്ടികൾ 2021 വീണ്ടും എതിർചേരിയിലേക്ക് കൂറുമാറുകയും മാണി സി കാപ്പനും ജോസ് മോനും തമ്മിൽ നേരിട്ടുള്ള മത്സരമായി. അന്ന് ജോസ് കെ മാണിയെ, അതായത് 2016 മാണിയോട് 4000 വോട്ടിന് പരാജയപ്പെട്ട മാണി സി കാപ്പൻ 2019 ജോസ് ടോമിനെ 3000 വോട്ടിന് പരാജയപ്പെടുത്തുന്നു. പക്ഷേ സാക്ഷാൽ ജോസ് മാണിയുടെ മരണശേഷം അവിടെ നിന്ന് മത്സരിക്കുമ്പം 2021 മത്സരിക്കുമ്പം 15000 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് മാണി സി കാപ്പൻ അവിടെ നിന്ന് വീണ്ടും വിജയം ആവർത്തിച്ചത്. അങ്ങനെ തൻ്റെ തറവാട് കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരാളാണ് ജോസ് കെ മാണി. ആ സമയത്ത് കാരണം ഇപ്പം പണ്ട് കോഴമാണി എന്നും ന്യൂട്ടൺ എന്ന മെഷീൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ സഖാക്കൾ അവരുടെ സംസ്ഥാന നേതൃത്വം പിന്നീട് മാണി സാറിന് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് വേണ്ടിയിട്ട് ബജറ്റിൽ പൈസ വകയിരുത്തുകയും ഒക്കെ ചെയ്തെങ്കിലും അടിത്തട്ടിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകരും CPMൻ്റെ പ്രവർത്തകരും തമ്മിൽ ഒരു ചർച്ചയുണ്ടായിരുന്നില്ല. അവർ മാനസികമായിട്ട് ഐക്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് CPMൻ്റെ പ്രവർത്തകർ തന്നെ മാണി സി കാപ്പന് 2021 വോട്ട് ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്നോണം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ 2023 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് വേണ്ടി പ്രവർത്തന രംഗത്തൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിൽ മാണി ഗ്രൂപ്പിന് ആ മണ്ഡലത്തിലുള്ള വോട്ടുകൾ ചാണ്ടി ഉമ്മനാണ് കിട്ടിയത്. ആ രീതിയിൽ ഇവർ ഇപ്പോഴും പരസ്പരം ഈ ലയനം അവർക്കത്ര ദഹിച്ചിട്ടില്ല.
ഈ ആ ഒരു കെമിസ്ട്രിയിലേക്ക് അവർ എത്തിയിട്ടില്ല. അടുത്തട്ടിൽ മുകൾ തട്ടിലുള്ള ഈ സ്നേഹവും ആലിംഗനവും ഒരുമിച്ച് ചായ കുടിക്കലും ഒരുമിച്ച് മുന്നണി യോഗം കൂടുതലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. അതേപോലെ തന്നെ വേറൊന്ന്, ഇപ്പോൾ ഈ തോമസ് ചാഴിക്കാടൻ നിലവിൽ 2019 അവിടെ നിന്ന് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിച്ച് കോട്ടയം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആ എല്ലാ കാലത്തും പിന്നെ മാണി ഗ്രൂപ്പിന് പിന്നെ മറ്റേ മൂവാറ്റുപുഴ മണ്ഡലമാകുമ്പോൾ അവിടെ പ്രതിനിധി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2004 അതിലൊരു തിരിച്ചടി ഉണ്ടായി. ഈ ജോസ് കെ മാണി വരുന്ന വരവ് തന്നെ അങ്ങനെയാണ്. അതിന് മുമ്പ് തോമസ് ചാഴിക്കാടനിലേക്ക് വരാം. തോമസ് ചാഴിക്കാടൻ ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി, UDF-ൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനോട് പരാജയപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ലോക്സഭയിൽ അവരെ പ്രാതിനിധ്യം ഇല്ലാതാവുന്നു. അതിനു പുറമെ രാജ്യസഭയിലും കൂടി പ്രാതിനിധ്യം ഇല്ലാതെ ആകുമ്പോൾ വല്ലാത്ത ഒരു അസ്തിത്വ പ്രതിസന്ധി, ഐഡൻറ്റിറ്റി ക്രൈസിസ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിന്നെ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല തങ്ങളുടെ ബദ്ധവൈരികളായ ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ലോക്സഭയിലേക്ക് അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നു. അഥവാ ഇന്ത്യ സഖ്യം ഗാനം അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിന് അവിടെ ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാവും. ഇതൊക്കെ ഇവരെ അലോസരപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ജോസ് കെ മാണിക്ക് രാജ്യസഭയിലേക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഇരുസഭകളിലും, പാർലമെൻറ്റ് ഇരുസഭകളിലും ഇവർ സംപൂജ്യരായി മാറുമെന്നുള്ളതാണ് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ജോസ് കെ മാണി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ജോസ് കെ മാണി അടിത്തട്ടിൽ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, പ്രാദേശിക ഘടകങ്ങളിൽ പ്രവർത്തിച്ച് അങ്ങനെയൊന്നും വന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ നൂലിൽ കെട്ടി ഇറക്കി KM മാണി തൻ്റെ പിൻഗാമി എന്ന് പ്രഖ്യാപിക്കാതെ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാവാക്കി, സംസ്ഥാന അധ്യക്ഷനാക്കിയിട്ട് പിന്നെ കൊണ്ടുവന്നതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലോഞ്ചിങ്. പിന്നീട് സംസ്ഥാന തലത്തിൽ ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി. അതെല്ലാ നേതാക്കന്മാരെയും പരിപാടിയാണ്. അവർ ഏതെങ്കിലും സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യാത്ര നടത്തണം. അപ്പോൾ കേരളം മുഴുവൻ തങ്ങൾക്ക് വാർത്താ കവറേജ് കിട്ടും, ജനങ്ങൾക്കിടയിൽ തിരിച്ചറിയപ്പെടും എന്നുള്ള ഒരു അബദ്ധധാരണ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി അങ്ങനെ വന്നു. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയെ തൻ്റെ പിൻഗാമിയാക്കി വളർത്തിയെടുക്കാനുള്ള മാണിയുടെ ശ്രമങ്ങളാണ് കേരള കോൺഗ്രസിനെ ദുർബലമാക്കിയത്. ഇപ്പോൾ TM ജേക്കബിന് അതിൽ പരാതി ഉണ്ടായിരുന്നു, PC ജോർജിന് അതിൽ എതിർപ്പുണ്ടായിരുന്നു, KM ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജിന് അതിൽ എതിർപ്പുണ്ടായിരുന്നു, PT ചാക്കോയുടെ മകൻ PC തോമസിന് അതിൽ എതിർപ്പുണ്ടായിരുന്നു, സാക്ഷാൽ PJ ജോസഫിന് എതിർപ്പുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി വിശ്വസ്തനായി കൂടെ ഉണ്ടായിരുന്ന പാർട്ടി ചെയർമാൻ ചങ്ങനാശ്ശേരി മുൻ MLA CF തോമസിന് അതിൽ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ 2004 തന്നെ ഇദ്ദേഹം മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു ജോസ് കെ മാണി. അന്ന് വളരെ പെട്ടെന്ന് പിന്നെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. മാണിയുടെ പിന്നെ മകന് എന്തായാലും ആ സീറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ശേഷം എൻ്റെ മകൻ വരണമെന്ന ആഗ്രഹം. അങ്ങനെ മൂവാറ്റുപുഴയിൽ മത്സരിക്കുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ UDF 3-ാം സ്ഥാനത്ത് പോയി. അന്ന് പിന്നെ ഒരു പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഒരു മുന്നണിയിലുമല്ലാതെ മത്സരിച്ച IFDP അങ്ങനെ എന്തൊരു പാർട്ടി ഉണ്ടാക്കിയ PC തോമസ് അവിടെ നിന്ന് മത്സരിക്കുന്നു, വിജയിക്കുന്നു. അതിനു മുമ്പ് PC തോമസ് വാജ്പേയിയുടെ മന്ത്രിസഭയിൽ NDAയുടെ ഭാഗമായി സഹമന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അങ്ങനെ PC തോമസ് വിജയിക്കുന്നു. CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് PM ഇസ്മായിൽ 2-ാം സ്ഥാനത്തെത്തുന്നു. ജോസ് മോൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു. അത്ര വലിയ ജനകീയനാണ്. ആ ജനകീയതയുടെ തെളിവായിരുന്നു അത്. എന്നാൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മൂവാറ്റുപുഴ മണ്ഡലം ഇല്ലാതാവുന്നു. ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് കോട്ടയം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. സുരേഷ് ഗോപിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് എത്തുന്നു. 2014 അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു. 2019 അദ്ദേഹം മാറി അത് പിന്നെ തോമസ് ചാഴിക്കാടൻ നടത്തുന്നു. അതിനിടയിൽ UDF-നകത്ത് വളരെ സങ്കീർണമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിരുന്നവർ. പിന്നെ ഈ മക്കൾ രാഷ്ട്രീയത്തെ കുറ്റം പറയാൻ ബാക്കി കേരള കോൺഗ്രസ് നേതാക്കന്മാർക്ക് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ PC ജോർജ് കൊണ്ടുവന്നത് PC ജോർജിൻ്റെ മോൻ ഷോൺ ജോർജിനെ നേരെ യൂത്ത് ഫ്രണ്ട് പിന്നെ അവരുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി കൊണ്ടുവന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ അപ്പനും മോനും കൂടി ഒരുമിച്ച് അവസാനം BJP പോയി ചേർന്നു. പത്തനംതിട്ട സീറ്റ് അപ്പനോ മോനോ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലേക്ക് പോയത്. പക്ഷേ അതിൻ്റെ ഇച്ഛാഭംഗം കൊണ്ട് ആദ്യം അല്ലാണ്ടി വന്നപ്പോഴൊക്കെ ഇയാൾ കുറേ ചൊറിഞ്ഞു നോക്കി. പക്ഷേ BJP-യാണ് പാർട്ടി. പണ്ട് പറയുന്ന മാതിരി ഈ പിന്നെ തോന്നുന്ന പോലെ വർത്തമാനം പറയാൻ പറ്റുന്നൊരവസ്ഥയൊന്നും BJP-യിൽ ഉണ്ടാവില്ല. അവർക്കൊരു കേഡർ സംവിധാനം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മിണ്ടായിരിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എടുത്ത് പുറത്തേക്ക് ഇടുന്നു പറഞ്ഞു. പിന്നെ അദ്ദേഹം വഴങ്ങി, അദ്ദേഹം പ്രചരണത്തിലൊക്കെ പോയി ചൊറിച്ചിലൊക്കെ അവസാനിപ്പിച്ചു. TM ജേക്കബ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് ജേക്കബിനെ അവരുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി കൊണ്ടുവന്നു. TM ജേക്കബ് 2011 മരിച്ചു കഴിയുമ്പോൾ അനൂപ് ജേക്കബ് പിറവത്ത് നിന്ന് പിന്നെ അപ്പൻ്റെ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പനെ പണ്ട് തോപ്പിച്ച പിന്നെ വേറൊരു ജേക്കബിനെ ML ജേക്കബ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അനൂപ് മന്ത്രിസഭയിലെത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ വീണ്ടും അദ്ദേഹം 2016 2021 പിറവത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചു. യാക്കോബായ സഭയുടെ വോട്ടാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് എന്നുള്ളത് കൊണ്ട് തന്നെ യാക്കോബായക്കാരിയായ ഒരാളെ കോട്ടയത്തു നിന്ന് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തൊരു ഡോക്ടറെ ഇവിടെ
വാസവനും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള അവരുടെ അതിബുദ്ധിയുടെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് രാജീവും എല്ലാം കൂടെ ചേർന്ന് ഇവിടെ പുറത്ത് കൊണ്ടു നിർത്തിയെങ്കിലും കളിച്ചു പിടിച്ചില്ല. വീണ്ടും അനൂപ് ജേക്കബ് മത്സരിച്ച് വിജയിച്ചു. ബാലകൃഷ്ണപിള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം മകനെ പത്തനാപുരത്ത് നിന്ന് അവരുടെ രണ്ടാം സീറ്റ് കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ള, തൊട്ടപ്പുറത്ത് പത്തനാപുരത്ത് പിന്നെ കെ പി ഗണേഷ് കുമാറിനെ സിനിമയിൽ ഇങ്ങനെ കളിച്ച് തിരിച്ച് നടന്നിരുന്ന വായി നോക്കി നടന്നിരുന്ന ഒരു ആളാണെന്ന് മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന അദ്ദേഹത്തെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു, മന്ത്രിയാക്കി. ഇപ്പോഴും അദ്ദേഹം മന്ത്രിയാണ്, തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. പത്തനാപുരത്ത് അദ്ദേഹത്തിന് വലിയ ജനകീയതയുണ്ട്. പി സി തോമസ് എന്ന് പറയുന്നത് ആരാ? കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള എമ്മിൻ്റെ അല്ല, കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള കെ എം ജോർജിൻ്റെ മകനാണ്, ഫ്രാൻസിസ് ജോർജ്. പി സി തോമസ് പി ടി ചാക്കോയുടെ മകനാണ്, അദ്ദേഹവും കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കൾ. ഈ രണ്ട് കെ എം ജോർജും പി ടി ചാക്കോയും ഒക്കെയാണ് കെ എം മാണിയെ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതും കൈപിടിച്ച് നടത്തുന്നതും ഒക്കെ തന്നെ. പക്ഷേ ഗുരുനിന്ന കാണിക്കുകയും അവരെ തന്നെ പിന്നിൽ നിന്ന് കുത്തുകയും അവരെ പിന്നെ കൂടെ നടന്ന് കാലിൽ ചവിട്ടുകയൊക്കെ ചെയ്ത് ചതിയുടെ രാഷ്ട്രീയത്തിലൂടെയാണ് കെ എം മാണി കേരള രാഷ്ട്രീയത്തിന് അധികാരമായിട്ട് വരുന്നതും തുടർച്ചയായിട്ട് പല വകുപ്പുകളും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു, ഒക്കെയായിരുന്നു. പിന്നെ കോഴമാണി എന്ന പേര് കിട്ടിയ അവസാന കാലത്ത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുമ്പം ഇപ്പം പിന്നെ ഉള്ളൊരു വിഷയം, ഇദ്ദേഹത്തിന് ഈ സീറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ സീറ്റ് കിട്ടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ഇവർ ഇടഞ്ഞു നിൽക്കുകയാണ്, മാണി ഗ്രൂപ്പ്. അങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പം അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിലവിൽ ലോക്സഭാംഗമായിരുന്ന ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് അയക്കുന്നത് കോൺഗ്രസിൻ്റെ സീറ്റിലാണ്. കോൺഗ്രസിന് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്താതെ കുഞ്ഞാലിക്കുട്ടിയുടെ മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ അതിന് അവസാനം ബില്ലിങ്ങായി. അങ്ങനെയാണ് മാണിയെ അനുനയിപ്പിക്കാൻ വേണ്ടി മോനെ അങ്ങോട്ട് അയക്കുന്നത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ അവസ്ഥ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വളരെ മോശമാണെന്നും അദ്ദേഹം പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അല്ല, അത്ര കണ്ട് ജനപ്രീതി അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ആളുകൾക്ക് നന്നായിട്ട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയ സമയമാണ്. അവസരം കിട്ടിയാൽ തോൽപ്പിക്കാൻ അവർ കാത്തിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ജോസ് കെ മാണി ഇനി പാർലമെൻറ്റിൽ നിന്നാൽ ലോക്സഭയിലേക്ക് നിന്നാൽ വിജയിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് സുരക്ഷിതമായി 6 വർഷത്തേക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചു 2018. അങ്ങനെയാണ് രാജ്യസഭയിലേക്ക് പോകുന്നത്. ഇവരുടെ കയ്യിലുള്ള സീറ്റാണ് കോൺഗ്രസ്സുകാർ വിട്ടുകൊടുത്തത്. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്കൊന്ന് കോൺഗ്രസ് തയ്യാറായിരുന്നു. സമാനമായൊരു വിട്ടുവീഴ്ചയ്ക്ക് ചിലപ്പോൾ CPM തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പ്രത്യേകിച്ച് CPI ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. ഈ കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ്സിനെന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യസഭാംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ തോമസ് കുതിരവട്ടം രാജ്യസഭാംഗമായിരുന്നു, ജോയി എബ്രഹാം രാജ്യസഭാംഗമായിരുന്നു, വക്കച്ചൻ മഠത്തിൽ രാജ്യസഭാംഗമായിരുന്നു, പിന്നീട് ജോസ് കെ മാണി രാജ്യസഭാംഗമാവുന്നു. UDFിൻ്റെ ഭാഗമായി കിട്ടിയ രാജ്യസഭാംഗത്വം അദ്ദേഹം UDF വിടുമ്പോൾ രാജിവെക്കുന്നു, പാലായിൽ മത്സരിക്കുന്നു, തോക്കുന്നു. അത് കഴിയുമ്പോൾ LDF പിന്നെ സീറ്റ് വിജയിക്കാൻ പറ്റുന്ന നിയമസഭയിൽ അംഗബലം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ആ സീറ്റ് UDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലുണ്ടാകുമ്പോൾ ജോസ് കെ മാണിയെ തന്നെ വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇവരുടെ മുമ്പിലുള്ള വഴികൾ വളരെ കുറവാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം CPMനെ ഞാൻ പറഞ്ഞല്ലോ, എളമരം കരീമിനെ തന്നെ വീണ്ടും അയക്കണം എന്നാണ് അവർക്ക് ആഗ്രഹം. കാരണം ലോക്സഭയിലേക്ക് അദ്ദേഹം ക്ലച്ച് പിടിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ മുതിർന്ന നേതാവിനെ, കാരണം രാജ്യസഭയിലെ അംഗത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യസഭയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയേക്കാൾ കൂടുതൽ സീനിയർ നേതാക്കന്മാരുള്ള സ്ഥലമാണ്. പ്രധാനപ്പെട്ട ബില്ലുകളിൽ മേലുള്ള ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് രാജ്യസഭയിൽ നടക്കുന്ന ചർച്ചകളാണ്. കാരണം മുതിർന്ന നേതാക്കന്മാരാണ് അവിടെ ഉണ്ടാവാറുള്ളത് രാജ്യസഭയിൽ. ഇപ്പോൾ കെന്നഡി രാജ്യസഭയിലായിരുന്നു, KC വേണുഗോപാൽ കഴിഞ്ഞൊരു ടൈം രാജ്യസഭയുടെ ആയിരുന്നു, അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി രാജ്യസഭയിലാണ്. അങ്ങനെ പലരും രാജ്യസഭയിലാണ്. പിന്നെ മൻമോഹൻ സിംഗ് രാജ്യസഭയിലായിരുന്നു, പാർലമെൻറ്റിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ രാജ്യസഭയിൽ തങ്ങളുടെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ CPMന് താല്പര്യമില്ലെങ്കിലും അവസാനം ചിലപ്പോൾ 1-2 ഒത്തുതീർപ്പ് ഫോർമുലകൾ ഉയർന്നു വരും. അതിലൊന്ന്, ഇപ്പോൾ പകുതി കാലഘട്ടം എന്ന് പറഞ്ഞാൽ CPI അതിനും തയ്യാറാവില്ല. 6 വർഷമാണ് രാജ്യസഭയിലെ കാലാവധി. ഇപ്പോൾ ലോക്സഭയിൽ 5 വർഷമാണെങ്കിൽ അത് 3 വർഷം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവരെന്തായാലും ഒരു മാസം പോലും അതിൽ നിന്ന് കുറയ്ക്കാൻ തയ്യാറാവില്ല. പിന്നെയുള്ളത് CPMന് 3 വർഷം എന്നുള്ള ഒരു ഉപാധി വെക്കാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം 3 വർഷം എന്ന് പറയുമ്പം 2027 വരെ തുടരാം ഇവർക്ക് മാണി ഗ്രൂപ്പിന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ ഇപ്പോഴുള്ളത്ര MLA മാരെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2027 ഇത് രാജിവെച്ചാൽ UDF ജയിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഈ സെക്കൻഡ് ടൈമോ മറ്റേ ആർക്ക് കിട്ടില്ല, UDFന് സീറ്റ് പോകും. അപ്പോൾ ഇദ്ദേഹം തന്നെ തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ ഇവർക്ക് വെക്കാൻ പറ്റുന്നൊരു ഉപാധി എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി 2 വർഷത്തേക്ക് രാജ്യസഭയിലേക്ക് ജോസ് കെ മാണിയെ അയക്കുക. അപ്പോൾ അദ്ദേഹം അവിടെ പോകും. ഈ 2 വർഷം കഴിഞ്ഞാൽ അപ്പോഴേക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം രാജ്യസഭാംഗത്വം രാജിവെക്കുകയും രാജ്യസഭയിലേക്ക് വരുന്ന ഒഴിവിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ അംഗബലം വെച്ചുകൊണ്ട് CPMൻ്റെ ആളെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന് 4 വർഷം പിന്നീട് ടൈം കിട്ടും. 2024 തൊട്ട് പിന്നെ 26 തൊട്ട് ഉള്ള
പിന്നെ ആ സമയം കിട്ടും. കാരണം ഇപ്പോൾ 2024 2030 വരെ അവർക്ക് രാജ്യസഭയിൽ തുടരാം. അപ്പോൾ 2026 മാറിക്കഴിഞ്ഞാൽ അടുത്ത 4 വർഷം അവർക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതിൽ സാങ്കേതികമായ ഒരു പിഴവുണ്ടായിരുന്നു. 2027 വരെ പറഞ്ഞതാണ്, കണക്കിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നാക്കുപിഴ ഉണ്ടായതാണ്, ക്ഷമിക്കുക. എന്തായിരുന്നാലും അങ്ങനെ ഒരു ഫോർമുല ചിലപ്പോൾ മുന്നോട്ട് വെക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ജോസ് കെ മാണിക്ക് തൽക്കാലം ഒന്ന് ആശ്വസിക്കാം. എന്നിട്ട് 2026 വീണ്ടും പാലായിൽ വന്നിട്ട് ഒന്നുകൂടി മാണി സി കാപ്പനോട് ഗുസ്തി പിടിച്ച് നോക്കാം. അദ്ദേഹം നല്ല വോളിബോൾ കളിക്കാരനൊക്കെയാണ്. ജോസ് മോഹനോടുള്ള നാട്ടുകാരുടെ പിണക്ക് ഇതുവരെ മാറിയിട്ടുമില്ല. പിന്നെ ജോസ് കെ മാണി ഇനി ജയിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരാവും. കാരണം ജോസ് കെ മാണി തോറ്റുകൊണ്ടാണല്ലോ റോഷി അഗസ്റ്റിന് മന്ത്രിയാവാൻ പറ്റിയത്. ജോസ് കെ മാണി തോറ്റിട്ടില്ലെങ്കിൽ ജോസ് കെ മാണി മന്ത്രി, റോഷി അഗസ്റ്റിൻ ചീഫ് വിപ്പ് ആവും. ജോസ് കെ മാണി തോറ്റുകൊണ്ടാണ് എൻ ജയരാജന് ചീഫ് വിപ്പ് ആകാൻ പോയത്. അദ്ദേഹവും മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേട്ടോ, പഴയ നാരായണക്കുറുപ്പിൻ്റെ മകനാണ്, പഴയ MLA. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടി, പ്രൊഫസർ എൻ ജയരാജ്. അപ്പോൾ ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും താല്പര്യം ജോസ് കെ മാണി തോൽക്കണമെന്നാവും. അതുകൊണ്ട് ആത്മാർത്ഥമായി റോഷി അഗസ്റ്റിനോ എൻ ജയരാജോ ഒന്നും പണിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായിരുന്നാലും അത് രാഷ്ട്രീയത്തിൽ നമുക്ക് യുക്തിപരമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അൻവർ സാദത്ത്, ആലുവ MLA. നിങ്ങൾ 2 നോട്ടം തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ചു. VD സതീഷിന് ഏറ്റവും താല്പര്യമുള്ള ആളാണ് അൻവർ സാദത്ത്. ഷാഫിയോട് അത്ര വലിയ ബന്ധമില്ല. ഷാഫി 2026 ഭരണം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മലബാറിൽ നിന്നുള്ള ഒരു മുസ്ലിം കേഡർ എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പിനായിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമായിരുന്നത്. ആര്യയുടെ മുഹമ്മദ് ഇല്ല, MMS ഇപ്പം എവിടെ നിന്നാലും ജയിക്കില്ല. തലക്കുന്നിൽ ബഷീർ അന്തരിച്ചു പോയി. കെ മുഹമ്മദ് അലിയുടെ കുത്തക മണ്ഡലമായിരുന്നു ആലുവ. അവിടെ നിന്ന് പിന്നീട് അൻവർ സാദത്ത് മത്സരിച്ച് വിജയിക്കുന്നു. കഴിഞ്ഞ തവണ അൻവർ സാദത്തിനെതിരെ കെ മുഹമ്മദ് അലിയുടെ മരുമകളെ നിർത്തിയിട്ട് പോലും LDF നിർത്തിയിട്ട് പോലും ഒന്നും ഏശിയില്ല. അൻവർ സാദത്ത് വീണ്ടും ജയിച്ചു വന്ന VD സതീഷിൻ്റെ വലങ്കിയായിട്ട് നിൽക്കുന്ന ആളാണ്, സതീഷിൻ്റെ പ്രിയപ്പെട്ടവരാണ്. അൻവർ സാദത്തിന് മന്ത്രിയാവാൻ പറ്റും എന്നുള്ളതാണ് ഷാഫി പോകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അൻവർ സാദത്ത് പോലും വടകരയിൽ എങ്ങനെയും ഷാഫി ജയിച്ചു പോകണേന്നാണ് പ്രാർത്ഥിക്കുക. പാലക്കാട് വീണ്ടും നിന്നിട്ട് മത്സരിച്ച് 2026 ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മന്ത്രിസ്ഥാനം ഇല്ലാണ്ടാവുന്നുള്ളതുകൊണ്ട് ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലെ കളികൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ, ജോസ് കെ മാണി പരാജയപ്പെടണം എന്ന് റോഷി അഗസ്റ്റിനും എൻ ജയരാജും ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കും. അതിൻ്റെ അനുരണനങ്ങളുണ്ടാവും, പ്രതിഫലനങ്ങളുണ്ടാവും, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് ജോസ് കെ മാണിക്ക് ദോഷം ചെയ്യുകയുണ്ടാവുള്ളൂ. ആത്മാർത്ഥമായിട്ട് ഇവർ പണിയെടുക്കില്ല. ഇവർക്ക് ബന്ധപ്പെടാനും വിശ്വസ്തരായ ആൾക്കാരോട് അവരെന്നെ വിളിച്ച് പറയും, ഒന്ന് സൈലൻ്റായിട്ട് നിന്നോ, വല്ലാതെ മെനക്കെടണ്ട, എങ്ങനെയും തോപ്പിക്കാൻ പറ്റുമോ എങ്കിൽ നോക്കിക്കോ, പറ്റുന്ന വോട്ടുകൾ മറിച്ച് UDF കൊടുക്കണം എന്ന രീതിയിൽ ഇവർ തന്നെ പറയും. അപ്പം അങ്ങനെ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലേക്കാണ് ജോസ് കെ മാണി പോകുന്നത്. അതെന്തോ ആവട്ടെ, 2026 വരെ ഒരു പക്ഷേ ഇങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പിന്നീട് CPM മുമ്പിലുള്ള വഴി ഇത്രയേ ഉള്ളൂ. ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിർത്താൻ പാർലമെൻറ്റിൽ പോകേണ്ട. അതിന് പകരം ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടാക്കിയിരുന്നു. അതിൽ VS ആയിരുന്നു അതിൻ്റെ 2016 ഉണ്ടാക്കി. VS ആയിരുന്നു 2021 വരെ അതിൻ്റെ ചെയർമാൻ. ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള പദവിയായിരുന്നു. അവരുടെ പക്ഷേ ആ കമ്മീഷൻ ഒരുപാട് റിപ്പോർട്ടുകൾ മുന്നോട്ട് വെക്കുകയും ഒരുപാട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന്മേലൊരു നടപടി ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ പൈസ കുറേ കളഞ്ഞു എന്നല്ലാതെ അദ്ദേഹം പണിയെടുത്തു. അതിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ VSഉം അദ്ദേഹത്തിൻ്റെ ടീമും നന്നായിട്ട് പണിയെടുത്തു. അവർ വെച്ച ശുപാർശകളിന്മേൽ നടപടികളെടുക്കാതെ അതവിടെ ചതിലടിച്ച് കിടക്കുകയാണ് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ അടുത്ത്. അതിന്മേലൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് റിവ്യൂ നടത്തിയിട്ടില്ല. അത് അംഗീകരിച്ചിട്ട് പോലുമില്ല. അതിന് ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ സംഭവം ഉണ്ടാക്കുക. കാരണം മുന്നോക്ക കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ബാലകൃഷ്ണ പിള്ളയ്ക്ക് 2016 അവർക്ക് അന്ന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നുകൊണ്ട് അന്ന് ക്യാബിനറ്റിൽ അംഗത്വം കൊടുക്കാത്തതിന് പകരം ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് മുന്നോക്ക കമ്മീഷൻ ചെയർമാനാക്കി. സ്റ്റാഫുണ്ട്, ഡ്രൈവറുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ തിരുതാ തോമാച്ചനെ കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയാക്കിയിട്ട് നിയമിച്ചിട്ടുണ്ടല്ലോ. ക്യാബിനറ്റ് റാങ്കാണ്. അതിനു മുമ്പ് സമ്പത്തായിരുന്നു. ഇടക്കാലത്ത് വേണു രാജാമണിയെ ചില ചുമതലകൾ ഏൽപ്പിച്ചു. ഇങ്ങനെ ജനങ്ങളുടെ പൈസ ഇത്രയും സാമ്പത്തിക ഞെരുക്കത്തിലാണ്. പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഉള്ള സാഹചര്യം പോലും ഇല്ല. നികുതി കണ്ടമാനം കൂട്ടുന്നു. ഇവർ ഇഷ്ടംപോലെ വിദേശത്ത് ടൂർ പോകുന്നു. അങ്ങനെയുള്ള സമയത്തും വേണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മേൽ ഒരു അധിക സാമ്പത്തിക ബാധ്യത വരുന്ന പോലെ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാനും, അപ്പോൾ സ്റ്റാഫായി, ബാക്കിയുള്ളതായി, ഓഫീസായി, വസതിയായി, എല്ലാമായി അങ്ങനെ തൽക്കാലം അദ്ദേഹത്തെ ഒന്ന് അനുനയപ്പെടുത്തി നിർത്താനും ചിലപ്പോൾ സാധ്യതയുണ്ട്. അതും 2026 വരെ 2 വർഷം. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാം. സർക്കാരിന് ശമ്പളം കിട്ടും, സ്റ്റാഫുണ്ട്, ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ട്. MP കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജ് കിട്ടും. ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്, ഔദ്യോഗിക വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും തിരഞ്ഞെടുക്കാൻ സാധ്യത. ഒന്നുകിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഏതെങ്കിലും ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് തൽക്കാലം ഒരു എന്താ പറയുക ആശ്വസിപ്പിക്കുക. എന്നിട്ട് CPMൻ്റെ CPIയുടെ ഓരോ പ്രതിനിധികളെ രാജ്യസഭയിലേക്ക് അയക്കുക. അതല്ലെങ്കിൽ 2 വർഷത്തേക്ക് ജോസ് കെ മാണിക്ക് രാജ്യസഭാംഗത്വം കൊടുക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 തൊട്ട് മുമ്പ് ജോസ് കെ മാണി രാജിവെച്ച് CPMൻ്റെ പ്രതിനിധിയെ രാജ്യസഭയിലേക്ക് അയക്കുക. ജോസ് കെ മാണി നിയമസഭയിലേക്ക് പാലായിൽ നിന്ന് മത്സരിക്കുക. വിജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതൊക്കെ പിന്നീട് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായിരുന്നാലും ഇതിനൊക്കെയാണ് സാധ്യതകൾ.
മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. മുസ്ലിം ലീഗിൽ ആരെ കൊണ്ടുവരും എന്നുള്ളത് നമുക്കറിയില്ല. മുസ്ലിം ലീഗിന് ഏറ്റവും ആപ്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ ഷാഫി ചാലിയമാണ് എന്നാണ് പിന്നെ പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ചിലപ്പോൾ ഷാഫി ചാലിയത്തെ പരിഗണിച്ചോണമെന്നില്ല. ഷാഫി ചാലിയം അല്ലെങ്കിൽ KN ഖാദർ പോലെയുള്ള ആളുകൾ രാജ്യസഭയിൽ പോയാൽ എന്തെങ്കിലും പറയാൻ പറ്റും. ചരിത്രബോധമുള്ളവരാണ്, നിയമം അറിയാവുന്നവരാണ്, കാര്യങ്ങൾ കൃത്യമായി. ഷാഫി ചാലിയൊക്കെ പിന്നെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോന്നിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എന്നാൽ പിന്നെ വളരെ മാന്യമായി സംസാരിക്കുന്ന ആളാണ്. അപാരമായ അറിവുണ്ട്, വായനയുണ്ട്, ചരിത്രബോധമുണ്ട്, ഒക്കെയുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചും ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും പാകിസ്ഥാൻ്റെ ചരിത്രത്തെക്കുറിച്ച് വരെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് വിവരമുള്ള ആളാണ്. KN ഖാദറും അതേപോലെ തന്നെയാണ്. അദ്ദേഹം 3 തവണ MLA ആയിട്ടുണ്ട്, വള്ളിക്കുന്ന്, വേങ്ങരയിൽ നിന്ന്, കൊണ്ടോട്ടിയിൽ നിന്നൊക്കെ. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ വിദ്യാർത്ഥികൾക്ക്, വരും കാലത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വരെ ഉതകുന്ന രീതിയിലുള്ളൊരു റെഫറൻസാണ്. അതൊക്കെ ഒരു പുസ്തകമാക്കിയിട്ട് മാറ്റേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ. ഷാഫി ചാലിയും അതേപോലെ തന്നെയാണ്. അപ്പോൾ അവരെ പോലെയുള്ള ആളുകളേക്ക് രാജ്യസഭയിൽ വിട്ടു കഴിഞ്ഞാൽ രാജ്യസഭയിലെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചർച്ചകളിൽ മുസ്ലിം ലീഗിനെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലെത്തും. അത് മുസ്ലിം ലീഗിന് ദേശീയ തലത്തിലുള്ള മൈലേജ് കിട്ടും. മറ്റ് സംസ്ഥാനങ്ങളിലും മുസ്ലിം ലീഗിന് ഇപ്പോൾ OBC ഒക്കെ എല്ലാ സ്ഥലത്തും പോയിട്ട് പാർട്ടി ഉണ്ടാക്കുക, സ്ഥാനാർത്ഥികളെ നിർത്തുക. മുസ്ലിം ലീഗിന് അതിനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ മലപ്പുറം പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കുക. കാസർഗോഡ് മഞ്ചേശ്വരം കാസർഗോഡ് സീറ്റ്, കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി സീറ്റ്, അതേപോലെ പിന്നെ തിരുവമ്പാടിയിൽ പിന്നെ മത്സരിച്ച് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ സീറ്റില്ല, ഇടുക്കിയിൽ സീറ്റില്ല, കോട്ടയത്ത് സീറ്റില്ല, പിന്നെ കൊല്ലം ജില്ലയിൽ സ്ഥിരമായി തോക്കുന്നൊരു പുനലൂർ സീറ്റ്, പിന്നെ അതിന് മുമ്പ് ഇരവിയൂരായിരുന്നു, അപ്പോൾ പുനലൂർ സീറ്റ്, അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് സീറ്റ്, ഇതിലിങ്ങനെ നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ മലപ്പുറം പാർട്ടിയാണ്. ഈ മലപ്പുറം പാർട്ടി എന്നുള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ അവർക്ക് മേൽവിലാസം ഉണ്ടാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാണിച്ചു വെക്കാൻ പറ്റുന്നവരാണ് ഷാഫി ചാലിയമായാലും KN ഖാദർ ആയാലും ഒക്കെ. അത് അവരാലോചിക്കേണ്ട വിഷയമാണ്. അവരെ ഇന്നർ പൊളിറ്റിക്സ് ആണ്. ഒരു അവസാനം കുഞ്ഞാലിക്കുട്ടിക്ക് ഇഷ്ടമുള്ള ആളെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി തങ്ങളുടെ പിന്നെ നാവിലൂടെ പറയിപ്പിക്കും. അതാണ് ഉണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും ഇവർ പറയുന്നതും കേട്ടൊക്കെ നടക്കുന്ന ഏറാമൂളികളെ, ഇവരുടെ പെട്ടി പിടിച്ച് നടക്കുന്നവരെ, ഏതെങ്കിലും യൂത്ത് ലീഗുകാരനെ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിടും. രാജ്യസഭ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന രീതിയിൽ നിയമനിർമ്മാണ പ്രക്രിയയ്ക്കകത്ത് പിന്നെ ലോക്സഭയേക്കാൾ കൂടുതൽ പ്രസക്തിയുള്ള ഒരു സഭ എന്ന രീതിയിൽ, ദേശീയ നേതാക്കന്മാരുള്ള സഭ എന്ന രീതിയിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെ പറഞ്ഞയക്കാൻ അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ 2 പേരെ പരിഗണിക്കേണ്ടത്. എന്തായിരുന്നാലും ജോസ് കെ മാണിക്ക് പേടിക്കാനൊന്നുമില്ല. ജോസ് കെ മാണിക്ക് ഒന്നുകിൽ ക്യാബിനറ്റ് റാങ്ക് അല്ലെങ്കിൽ 2 വർഷത്തെ രാജ്യസഭാംഗത്വം അത് കിട്ടും. പിന്നെ 2026 തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. എന്തായിരുന്നാലും CPI എന്ന് പറയുന്ന പാർട്ടി അവരുടെ അഭിമാനം, അവരുടെ അവകാശം അത് പണയം വെക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവർക്ക് കിട്ടിയാലും അവർ ചെയ്യാൻ പോകുന്നത് PP സുനീറിനെ കൊണ്ടുപോകാൻ നോക്കും. PP സുനീർ അതിനുവേണ്ടി കുപ്പായിട്ട് നിൽക്കുക. സുനീർ പല ആൾക്കാരോടും പറഞ്ഞു കഴിഞ്ഞു ഞാനായിരിക്കും രാജ്യസഭാംഗം എന്നുള്ളത്. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടായിരുന്നു, മലപ്പുറം ജില്ലാ സെക്രട്ടറി, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. അവിടുത്തെ CPIക്കാർക്ക് തന്നെ ഇഷ്ടമല്ല. കഴിഞ്ഞ തവണ വയനാട് നിന്നപ്പോൾ സുനീർ ആയതുകൊണ്ട് മാത്രമാണ് അത്ര വലിയ തീരെ കിട്ടിയ വോട്ട് പകുതിയായിട്ടങ്ങ് ചുരുങ്ങി. CPIക്കാർ വോട്ടിയതില്ല, CPIമാർ പിന്നെ പ്രവർത്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആളുകൾ പോയില്ല. രാഹുൽ തരംഗമൊക്കെ ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഇവിടുന്ന് കേഡർമാരുടെ വോട്ട് അപ്പുറത്തേക്ക് ഓടിയത് സുനീറിനോടുള്ള വിരോധം കണ്ട്. അതേസമയം ഇത്തവണ ആനിരാജ നിന്നപ്പോൾ ആ വോട്ടൊക്കെ തിരിച്ചു പിടിക്കും. സുനീർ ഒട്ടും ജനകീയനല്ല. സുനീർ എന്ന് വെച്ചാൽ പിന്നെ വളരെ ജാടയാണ്. CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കോ, CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി D രാജയ്ക്കോ, ഇതിനു മുമ്പുണ്ടായിരുന്ന ഇന്ദ്രജിത്ത് ഗുപ്തയ്ക്കോ, സുർജിത്തിനോ, EMSനോ ഒന്നും ഇത്ര ജാടല്ല. മൂപ്പര് നടക്കണം കണ്ടാൽ തോന്നുന്നു മൂപ്പരാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തതെന്ന്. ആ മട്ടിലാണ് നടത്തുന്നത്. ഭയങ്കര ജാടാഹങ്കാരം, പിന്നെ ധാർഷ്ട്യം, പിന്നെ കഷത്തിൽ വെട്ടിലും വെച്ചിട്ട് ഇങ്ങനെ മസിലും പിടിച്ച് ഇങ്ങനെ നടക്കും. മസിലൊന്നുമില്ല, പക്ഷേ ഞാൻ വലിയ ആളാണെന്നുള്ള മട്ടിൽ അങ്ങനെ മുണ്ട് മടക്കി കുത്താതെ അങ്ങനെ നടന്നു എന്നുള്ളതുകൊണ്ടൊന്നും രാഷ്ട്രീയ നേതാവാവില്ല ജനങ്ങളുടെ ഇടയിൽ. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി രാജ്യസഭയ്ക്കേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എവിടെ നിന്നാലും സുനീറൊക്കെ തോറ്റുപോകും. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെ നിന്നാലും സുനീർ തോറ്റുപോകും. സുനീർ ഒരിക്കലും ജനങ്ങളുടെ വോട്ടിട്ട് ജയിക്കില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഈ പിൻവാതിലൂടെ രാജ്യസഭയിലേക്ക് പോകാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സുനീർ വിചാരിച്ച് നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ കാരണം പ്രത്യേകിച്ചും അദ്ദേഹം ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ CPIക്കകത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്നതിനകത്ത്, ഈ ഗ്രൂപ്പ് ചേരിതിരിവുകൾ ഉണ്ടാക്കിയതിനകത്ത്, അതിനകത്ത് K ഇസ്മായിലിനെ ആണെങ്കിലും C ദിവാകരനെ ആണെങ്കിലും പാന്തിയൻ രവീന്ദ്രനെ ആണെങ്കിലും കരൺ രാജേന്ദ്രനെ ആണെങ്കിലും ഒക്കെ അവർക്കൊക്കെ അവരുടെയൊക്കെ പിന്നെ ഇമേജുകളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ അവർക്ക് അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടും CPIയുടെ സംഘടനാ സംവിധാനത്തിനകത്ത് വിഭാഗീയ പ്രവർത്തനം, ഗ്രൂപ്പ് പ്രവർത്തനം തുടങ്ങി വെച്ച ഒരാൾ സുനീറാണ്. അതിൻ്റെ ഗുണഭോക്താവും സുനീറാണ്. അതുകൊണ്ട് മുതിർന്ന പല നേതാക്കന്മാരെയും മാറ്റിയിട്ട് സുനീർ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത്. പ്രകാശ് ബാബു ഇരുന്ന കസേരയാണ്, K ഇസ്മായിൽ എന്ന കസേരയാണ്. ചന്ദ്രപ്പനും അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്, ഉറപ്പില്ല. വെളിയം സെക്രട്ടറി ആവുന്നതിന് മുമ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രഗത്ഭരിരുന്നൊരു സ്ഥാനത്താണ് സുനീർ ഇരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും
സുനീറിനെ കൊണ്ടുവന്നാൽ CPIയുടെ അബദ്ധം. CPI നന്നാവും ഉദ്ദേശമില്ല എന്ന് പറയും. കാരണം കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രകാശ് ബാബുവിൻ്റെ അവിടെ വേറെ എല്ലാ ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്, അവിടെ കൊണ്ടുവരാം. അതേപോലെ തന്നെ ജോസ് കെ മാണിയെ ഇനിയിപ്പോൾ അവിടെ കൊടുത്താലും ഇവിടെ കൊടുത്താലും ഒന്നും നാട്ടുകാർക്ക് ഗുണമൊന്നുമില്ല. എന്തായാലും ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും ഗുണം ഉണ്ടാവുമായിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. മൂന്നാമത്തത്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉചിതമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നത് രാജ്യസഭയിലേക്ക് ഷാഫി ചാലിയം, കാരണം അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇടക്കാലത്ത് INL സെട്ടു സാഹിബിൻ്റെ കൂടെ പോയിരുന്നു. നല്ല രാഷ്ട്രീയ അവബോധമുള്ള ആളാണ്. രാഷ്ട്രീയം കൃത്യമായിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാൻ അറിയാം. തികച്ചും മതേതരവാദിയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളോട് അങ്ങേയറ്റത്ത് എതിർത്ത് നിൽക്കുന്ന ആളാണ്. സംഘപരിവാറിനെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കാനും സംസാരിക്കാനും കഴിയുന്ന ശേഷിയുള്ള ആളാണ്. അത് KN ഖാദറിനും അതേ കഴിവുണ്ട്. ഇവരിൽ ഒരാളെ കൊണ്ടുവരുന്നതായിരിക്കും ലീഗിന് നല്ലത് എന്ന അഭിപ്രായം പങ്കുവെക്കുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ അവിടെ അടുക്കുമ്പം ആ വിഷയത്തിൽ നമുക്ക് വീണ്ടും കൂടുതൽ വിശദമായിട്ട് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം.